അസ്സലാമു അലൈക്കും എവരിവൺ. ഇസ്രാവും മിഅ്റാജും യാത്ര കഴിഞ്ഞ് റസൂൽ സ്വഹാബികൾക്ക് ആ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതിനെ കുറിച്ചിട്ട് മുസ്ലിമിലും ബുഹാരിയിലൊക്കെ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ യാത്രയിൽ റസൂല് ഒരുപാട് മാലാഖമാരെ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് വെച്ച് റസൂൽ ഒരു മാലാഖയെ കണ്ടു. മാലിക്കുന്നാർ, നരകത്തെ കാക്കുന്ന മാലാഖ. ആ മാലാഖ റസൂലിൻ്റെ അടുത്തേക്ക് വന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ വളരെ പരുഷമായൊരു ഭാവത്തോടെ പോയി. റസൂലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. മറ്റുള്ള മാലാഖമാരൊക്കെ വളരെ മനോഹരമായിട്ടാണ് റസൂലിൻ്റെ അടുത്ത് പെരുമാറിയത്. ഇദ്ദേഹം മാത്രം അങ്ങനല്ല. റസൂല് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എന്താണ് അങ്ങനെ? എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, അദ്ദേഹം നരകത്തിൻ്റെ മാലാഖയാണ്. അദ്ദേഹത്തിനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ്. അദ്ദേഹത്തെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കലും മനസ്സിന് സന്തോഷിപ്പിക്കുന്ന യാത്രകളിലൂടെ കടന്നുപോയിട്ടില്ല, കാഴ്ചകളിലൂടെ കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിരിക്കാനും സാധിക്കുന്നില്ല. അദ്ദേഹം ആരോടെങ്കിലും ചിരിക്കുമായിരുന്നെങ്കിൽ അത് റസൂലിനോടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളെ മുന്നിലും ചില മനുഷ്യരങ്ങനെയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറാൻ അവർക്ക് സാധിക്കാറില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചിരിക്കാൻ സാധിക്കുന്നില്ല, ഇടപഴകാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവരെ ജഡ്ജ് ചെയ്യും, അല്ലേ? പക്ഷേ ഇത് തന്നെയാണ് അവരുടെയും സിറ്റുവേഷൻ. അവർ കടന്നുപോയ വഴികൾ, അവർ അനുഭവിച്ച അനുഭവങ്ങൾ, അവർ യാത്രയിൽ പരിചയപ്പെട്ട മനുഷ്യർ, അതൊക്കെ തീർത്തും നമ്മളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളോട് പെരുമാറാൻ സാധിക്കണം എന്നില്ല. അവർക്കെപ്പോഴും ചിരിക്കാൻ സാധിക്കണം എന്നില്ല. അവർക്കെപ്പോഴും സന്തോഷമായിരിക്കാൻ സാധിക്കണം എന്നില്ല. അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാറില്ലേ? ഓ, വളരെ റൂഡായുള്ള ആളുകളാണ്, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാറില്ല എന്ന്. ആക്ച്വലി അവർ വന്ന അനുഭവങ്ങളും അവർ കണ്ട കാഴ്ചകളൊക്കെയാണ് അവരങ്ങനെ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. അവർ ഏത് രീതിയിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും, അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ചതിന് ശേഷം ജഡ്ജ് ചെയ്യായിരിക്കും ഒന്നും കൂടെ നല്ലത് തോന്നുന്നു.